സമകാലത്തിൽ നമ്മുടെ ജീവിതപാതയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് മുമ്പേ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അതേ വഴിയിൽ അതേ മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന മുൻ കാലടി ചുവടുകളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മിക്കവാറുമില്ല. എന്നാൽ അങ്ങനെ കോടാനുകോടി ജീവിതങ്ങൾ അതേ വഴിത്താരിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നതാണ് സത്യം. അതിൽ എത്ര ജീവിതങ്ങളെയാണ് നാം നമ്മുടെ ഓർമ്മയിൽ കൊള്ളുന്നത്? അധികം പോയാൽ 3-4 തലമുറകൾ. നമ്മുടെ മുത്തച്ഛൻ്റെയോ മുതുമുത്തച്ഛൻ്റെയോ പേരുപോലും അറിയാൻ സാധ്യതയില്ല. എന്നാൽ ചില ജീവിതങ്ങൾ മാത്രം കാലം കടന്നും ചരിത്രമാകുന്നു. ഇന്നും ചില അത്യുന്നത ജീവിതങ്ങൾ ചരിത്രവും കടന്ന് ദൈവികമാകുന്നു. അങ്ങനെ ദൈവികമായ അയ്യൻ്റെ ഒരു ശാസ്താവിൻ്റെ പുരാണ ചരിത്ര കഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഏഴാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം. വേണാട്ടിൻ്റെ വടക്കിൽ പശ്ചിമ മലനിരകളുടെ ശിഖരങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന കോതയാറിൻ്റെ ഒരു ശാഖയായ ചിറ്റാർ ചെറുമലമുകളിൽ നിന്ന് അരുവിയായി പരന്നു വീഴുന്ന ആ വനപ്രദേശത്തിൽ വസിച്ചു വന്ന ഒരു കിരാത വേടർകുലം. ആ കുലത്തിൻ്റെ വഴികാട്ടിയും തലവനുമായിരുന്നു കിരാത വീരഭദ്രൻ. കിരാതവീരനെയും അയാളുടെ പത്നിയായ കാളിത്തള്ളയെയും ദൈവതുല്യമായി കരുതിയിരുന്നു ആ കിരാതകുലം മുഴുവനും. കോതയാർ പ്രദേശം മുതൽ പേച്ചിപ്പാറ ആലഞ്ചോല എന്ന വനപ്രദേശത്തിൽ വസിച്ചിരുന്ന സകല കാട്ടാള കുലങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു കിരാതവീരന്റെ കുലം. അറിവിലും ശക്തിയിലും വനജീവിത യുക്തികളിലും മറ്റെല്ലാ കുലങ്ങളെക്കാട്ടിലും വളരെ മുൻപിലായിരുന്നു. കണിയാൻ, കാണി, മലയൻ, പുലയൻ എന്നുള്ള മറ്റു നിഷാദർ ഇവർക്ക് നിരോധനമായിരുന്നു. അങ്ങനെ സുഭിക്ഷമായി ആവശ്യത്തിന് വേട്ടയാടിയും വനത്തോട് ഇണങ്ങിയും നല്ല തരമായ ജീവിതം നയിച്ചിരുന്നു വീരഭദ്രന്റെ കിരാതർ കൂട്ടം. വീരഭദ്രന്റെ കാലത്തിന് ശേഷം ആ കുലത്തെ വഴിനടത്തിക്കൊണ്ടു പോകാൻ വീരനും കാളിത്തള്ളയ്ക്കും ഒരു പുത്രനില്ലാത്ത വിഷമമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ അപ്പോൾ വണങ്ങി വന്ന സകല വനദൈവങ്ങളെയും പ്രാർത്ഥിച്ചു വന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി കാളി ഗർഭിണിയായി. അപ്പോഴുണ്ടായ നിമിത്തങ്ങളെല്ലാം അവളുടെ ഗർഭഗൃഹത്തിൽ കുടികൊള്ളുന്ന സാന്നിധ്യം വെറും ഒരു സാമാന്യ മനുഷ്യനല്ല എന്ന് അറിയിച്ചിരുന്നു. ആ കാലം വരെ കുതിരകളെ ഇല്ലാത്ത ആ വനത്തിൽ എവിടെ നിന്നോ ഗർഭിണിയായ ഒരു കാട്ടുകുതിര വന്നെത്തി. മാസങ്ങൾ അങ്ങനെ ഉരുണ്ടോടി. അടുത്ത ബൽഗുന മാസത്തിൽ ചന്ദ്രൻ ഉത്രം നക്ഷത്ര മണ്ഡലത്തിൽ പ്രവേശിച്ച ഒരു പൗർണമി നാളിൽ തന്നെ കാളിത്തള്ള ഒരു പുത്രന് ജന്മം നൽകി. വീരനും കാളിയും സന്തുഷ്ടരായി. ഒപ്പം ഗർഭിണിയായിരുന്ന ആ കുതിരയും പ്രസവിച്ചു. അതും ഒരു ആൺകുട്ടിയായിരുന്നു. ആ വനം തന്നെ ആഘോഷം കൊണ്ട് പൂത്തുലഞ്ഞു. വനവാസികൾ ആ കുട്ടിയെ തങ്ങളുടെ തലവൻ എന്ന അർത്ഥത്തിൽ അയ്യൻ എന്ന് വിളിച്ചു തുടങ്ങി. ആ വിളി തന്നെ ആ കുട്ടിയുടെ പേരായി നിലനിന്നു. പ്രകൃതിയിൽ നിന്നും താൻ അനുഭവം കൊണ്ട് പഠിച്ചെടുത്ത അറിവുകളും തലമുറകളായി പാലിച്ചു വരുന്ന അവരുടെ വനജീവിത നിയമങ്ങളെയും വീരൻ തൻ്റെ മകനെ പഠിപ്പിച്ചു. ഇതേ കാലത്തിൽ വളർന്ന് കൗമാരത്തിലെത്തിയ ആ കുട്ടിക്കുതിര ആ പ്രദേശവാസികൾക്ക് ഒരു ശല്യമായി മാറാൻ തുടങ്ങിയിരുന്നു. ഏത് നിയന്ത്രണത്തിനും വഴങ്ങാതെ തനി വമ്പനായി തലയെടുപ്പോടുകൂടി ആ വനം ഭരിക്കുന്നത് താൻ തന്നെ എന്ന ഭാവത്തിൽ ആ കുതിരക്കുട്ടി അലഞ്ഞു നടന്നു. ഒരിക്കൽ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു പുള്ളിപ്പുലിയെ ഒട്ടും പേടിയില്ലാതെ നേരിട്ട് ചവിട്ടിക്കൊന്ന ചരിത്രവും അതിനുണ്ടായിരുന്നു. അതിൻ്റെ സ്വഭാവം കൊണ്ട് വമ്പൻ എന്ന പേരിലാണ് ആ കുതിര അറിയപ്പെട്ടത്. കാട്ടാനകൾ, കടുവാപ്പുലികൾ എന്ന വന്യമൃഗങ്ങളോട് പോലും ഇണങ്ങി ജീവിക്കാൻ പഠിച്ചിരുന്ന ഇവിടുത്തെ ജനങ്ങൾ ഈ വമ്പന്റെ കാര്യത്തിൽ നിസ്സഹായരായി. കാരണം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങുന്ന ഒരു മിന്നൽ പോലെ ആയിരിക്കും വമ്പന്റെ ആവേശത്തോടുള്ള പ്രവേശനം. അവിടുത്തെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും മാത്രമല്ല യോദ്ധാക്കൾക്ക് പോലും വമ്പനെ പേടിയായിരുന്നു. സഹികെട്ട് അവർ അവരുടെ തലവനായ കിരാതവീരനോട് എങ്ങനെയെങ്കിലും ഈ വമ്പനെ വേട്ടയാടി കൊന്നു വീഴ്ത്താൻ അനുവാദം ചോദിച്ചു. വീരൻ ആലോചിച്ചു നിൽക്കെ അയ്യൻ തൻ്റെ ജനങ്ങളുടെ അഭിപ്രായത്തിന് എതിരു പറഞ്ഞു. മനുഷ്യരായ നമുക്ക് ഈ വനത്തിൽ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ എല്ലാ ജീവരാശികൾക്കും തുല്യ അവകാശമുണ്ട്. ഈ മണ്ണിൽ നമുക്ക് ഇണങ്ങാൻ സാധിക്കുന്നില്ല, അതിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെറുതെ ഭയം കൊണ്ട് ഒരു ഉയിരിനെ കൊല്ലാനുള്ള അവകാശം ആർക്കുമില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യാസ്തമനത്തിന് മുമ്പ് ഇതിനൊരു പരിഹാരം ഞാൻ നോക്കട്ടെ, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞ് അയ്യൻ പുറപ്പെട്ടു. അപ്പോൾ കിരാതവീരൻ, മകനെ ഓർമ്മയിൽ കൊള്ളുക, നീ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് വാക്കാണ്. നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്ക് ദൈവമാണ്.
അത് പാലിക്കാതെ നിനക്കിവിടേക്ക് മടങ്ങാൻ സാധിക്കുകയില്ല. അത് സമ്മതിച്ച് അയ്യൻ പുറപ്പെട്ടു. അയ്യൻ ആ വനപ്രദേശത്തിലൂടെ ഒറ്റയ്ക്ക് ബമ്പനെ തേടി നടന്നു. ഒരു മല അടിവാരത്തിൽ അയ്യൻ എത്തിയപ്പോൾ അങ്ങ് മലമുകളിൽ നിലാവെളിച്ചത്തിൽ ബമ്പൻ നിൽക്കുന്നത് കണ്ടു. ആ രാത്രിയിൽ ഉറങ്ങാതിരുന്ന ആ 2 പേരും ദൂരെ ദൂരെ നിന്നുകൊണ്ട് പരസ്പരം നോക്കി നിന്നു. അയ്യൻ ആ മല കയറാൻ തുടങ്ങി. ഒരു നിമിഷം ആ വമ്പന് തോന്നി താൻ തൻ്റെ ജീവിതകാലം മുഴുവനും ചുമലിലേറ്റ് നടക്കേണ്ടവനാണ് ഇതാ മുന്നിൽ നിൽക്കുന്നത് എന്ന്. പെട്ടെന്നൊരു തണുത്ത കാറ്റ് തൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണർന്ന പോലെ തൻ്റെ പഴയ ഉഗ്ര സ്വഭാവത്തോടെ ആവേശത്തോടെ അയ്യൻ്റെ നേരിലേക്ക് പാഞ്ഞു. മുഖത്തൊരു ഭാവവ്യത്യാസമില്ലാതെ കണ്ണുകളിൽ കരുണയോടെ തന്നെ നിശ്ചലനായി നോക്കി നിന്നു. ഇപ്പോൾ അയ്യനെ മുട്ടി വീഴ്ത്തും എന്ന വേഗതയോടെ വരുന്ന അവൻ്റെ കുളമ്പടി ശബ്ദം ആ കാട്ടിലെ മറ്റു ജീവജാലങ്ങളുടെ ഉറക്കം കെടുത്തി. കുതിരയുടെ ചിഹ്നം വിളി കേട്ട് മറ്റു പക്ഷിമൃഗാദികളുടെ ശബ്ദവും ഉയർന്നു. അങ്ങനെ ആ വനത്തിൽ ഭയാനകരമായ അന്തരീക്ഷത്തിൽ അയ്യനെ വീഴ്ത്താനായി ബമ്പൻ കുതിര മുൻകാലുകൾ ഉയർത്തി. എന്നാൽ ആ കാലുകൾ തന്നിലേക്ക് പാഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ബമ്പനെക്കാട്ടിലും വേഗതയിൽ അയ്യൻ ഒഴിഞ്ഞുമാറി. അതേ വേഗതയിൽ തന്നെ ബമ്പൻ്റെ പുറത്ത് ആരോഗണിച്ചു. അയ്യൻ അശ്വാരൂഢനായി. അയ്യൻ ബമ്പൻ്റെ കഴുത്തിൽ തഴുകിക്കൊണ്ട് മുമ്പോട്ട് ചരിഞ്ഞ് അവൻ്റെ കാതിൽ എന്തോ ചൊല്ലി. അടുത്ത ക്ഷണം ഒരു നിയന്ത്രണവുമില്ലാത്ത വേഗതയിൽ ബമ്പൻ കുതിച്ചു ചാടി ഓടാൻ തുടങ്ങി. വനം നടുങ്ങി, പർവ്വതം കുലുങ്ങി. അന്ന് പുലർച്ചയിൽ കിരാതവനത്തിൽ കാവൽക്കാർ കണ്ടത് ദൂരെ കുതിരയിൽ തങ്ങളുടെ പാർപ്പിടം നോക്കി വരുന്ന ഒരു വ്യക്തിയെയാണ്. അവർ കൊമ്പൂതി കുടികളെ ഉണർത്തി. കുടിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ജനങ്ങൾ വന്ന് കണി കണ്ടത് ബമ്പൻ്റെ പുറത്ത് പുഞ്ചിരിയോടിരിക്കുന്ന അയ്യനെയാണ്. അയ്യൻ കുതിരപ്പുറത്തു നിന്നും താഴേക്കിറങ്ങി. ശാന്തതയോടെ നിൽക്കുന്ന ബമ്പനെ കണ്ട് ജനങ്ങൾ അതിശയിച്ചു. തങ്ങളുടെ പുത്രൻ്റെ കഴിവും മികവും കണ്ട് കിരാതവീരനും കാളിത്തള്ളയും സംതൃപ്തരായി. അവിടുത്തെ ജനങ്ങൾ വീരന് ശേഷം തങ്ങളെ നയിക്കാനുള്ള സകല യോഗ്യതയുമുള്ള ഒരു തലവനാണ് ഈ അയ്യനെന്ന് ഉള്ളിലുണർന്ന് സന്തോഷിച്ചു. എന്നാൽ ആ ജനങ്ങൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും ആ വനത്തിലെ ഓരോ വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും ഉള്ളിൽ ഉണർന്നിരുന്നു. ഈ അയ്യൻ ഈ ജനങ്ങൾക്ക് മാത്രമല്ല, വരാൻ പോകുന്ന 100 തലമുറകൾക്കും അയ്യൻ അവൻ തന്നെ എന്ന സത്യം. അയ്യൻ തൻ്റെ 15 വയസ്സ് മുതൽ അവരുടെ വന അതിർത്തികൾ കടന്ന് മറ്റ് ജനപദങ്ങളുടെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും അവരോട് ഇടപഴകുന്നതും പതിവായിരുന്നു. തുടക്കത്തിലെല്ലാം അയ്യൻ്റെ കുടിമൂപ്പന്മാർ ഇതിനെ എതിർത്ത് ഉപദേശിക്കുമായിരുന്നുവെങ്കിലും ഇതിനെ വലിയ പ്രശ്നമായി കണ്ടിരുന്നില്ല. എന്നാൽ അയ്യൻ്റെ ഈ അതിര് കടന്നുള്ള സഞ്ചാരം മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് രഹസ്യമായി തുടർന്നു. അയ്യൻ്റെ അതിർത്തികൾ മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ സാധിക്കുമോ? അങ്ങനെ അയ്യൻ ആലഞ്ചോല വനത്തിലും കോതയാറ് ഇരമ്പിപ്പാഞ്ഞിറങ്ങുന്ന വനപ്രദേശങ്ങളിലും പേച്ചിപ്പാറ വനപ്രദേശത്തും സഞ്ചരിച്ച് അവിടുത്തെ കാണികളോടും കുറവന്മാരോടും മലയന്മാരോടും സൗഹൃദം പുലർത്തിയിരുന്നു. ഈ 3 ജാതികളെയും അയ്യൻ്റെ കിരാതകുലം വിലക്ക് കൽപ്പിച്ച് അവരോട് ഇടപഴകാൻ പാടില്ല എന്ന് നീതി ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്കപ്പെട്ട ജാതികളെല്ലാം തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കിരാതകുലത്തിൽ നിന്നും പല പല പ്രശ്നങ്ങൾ കാരണം ജാതിഭ്രഷ്ടം ചെയ്യപ്പെട്ടവരായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇത്തരം ജാതിക്കാർ അയ്യനോട് ഇടപഴകാൻ ശങ്കിച്ചു നിന്നിരുന്നു. എന്നാൽ അയ്യൻ അവരോടുള്ള കരുണയും സ്നേഹവും അവർക്ക് ആവശ്യമായിരുന്നു. അയ്യൻ്റെ ശക്തിയും അമാനുഷിക ജ്ഞാനവും അവരെ ആകർഷിച്ചിരുന്നു. അവരുടെ മനസ്സിലും അയ്യന് തമ്പുരാൻ്റെ സ്ഥാനമായിരുന്നു. അയ്യൻ്റെ ഈ ഇടപഴകലിനെ കുറിച്ച് കിരാതവീരൻ അറിയുന്നത് അയ്യനെ അടുത്ത തലവനായി മുടിചൂട്ടാൻ മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന തരുണങ്ങളിലായിരുന്നു. വീരൻ തൻ്റെ മകനായ അയ്യനെ വിളിച്ച് വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിച്ചു. അയ്യൻ്റെ വാദമാണെങ്കിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് എന്നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വിലക്കായി പോകും എന്നുമാണ്. മകൻ്റെ ഉൾമനസ്സിൻ്റെ പരിശുദ്ധത മനസ്സിലാക്കിയ വീരൻ അഹം സന്തോഷിച്ചെങ്കിലും നടമുറ അനുസരിച്ച് മകനോട് പറഞ്ഞു, മകനെ, നീ പറയുന്നത് ശരിയായിരിക്കാം. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വിലക്കായി പോകുന്നത് അവൻ്റെ സ്വയം ഭാവമായ ഗുണവും അവൻ്റെ പ്രവൃത്തിയായ കർമ്മവുമാണ്, അല്ലാതെ തൊലിനിറമല്ല. മാത്രവുമല്ല, നീ വെറും ഒരു സാധാരണ പ്രജയല്ല. അടുത്ത് ഈ കുലത്തിൻ്റെ തലവനാകേണ്ടവനാണ്. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇവിടെ പ്രധാനമല്ല. നിന്നെ വിശ്വസിച്ചിരിക്കുന്നവരുടെ നന്മയ്ക്കായി ജീവിതം അർപ്പണിക്കേണ്ടവനാണ് നീ. അതെന്നും ഓർമ്മയിൽ കൊള്ളുക. ഇനി ഇത് ആവർത്തിക്കുകയില്ലെന്ന് എനിക്ക് വാക്ക് തരണം എന്ന് അയ്യൻ്റെ മുമ്പിൽ കൈനീട്ടി. അയ്യൻ പിതാവ് പറഞ്ഞതിലുള്ള ന്യായം മനസ്സിലാക്കി മറുമൊഴി ചൊല്ലാതെ വാക്കുകൊടുത്തു. അതേസമയം തൻ്റെ ഉള്ളിൽ തൻ്റെ സ്വയധർമ്മത്തെപ്പറ്റി ചിന്താവിഷ്ടനായി.
അയ്യൻ്റെ പട്ടാഭിഷേകത്തിനുള്ള മുഹൂർത്തം കുറിക്കപ്പെട്ടു. വരാനിരിക്കുന്ന ഫൽഗുനമാസം അയ്യൻ്റെ ജന്മദിനവുമായ ഉത്രനക്ഷത്രം ഉത്തമം എന്ന് കുറിക്കപ്പെട്ടു. ആ കിരാതവനത്തിൽ ആഘോഷങ്ങൾ തുടങ്ങി. പട്ടാഭിഷേകത്തിന് ഏകദേശം ഒരു പക്ഷം കൂടിയുള്ളപ്പോൾ, അതായത് 15 ദിവസം കൂടി ഉള്ളപ്പോൾ, അവരുടെ ആചാരപ്രകാരം അയ്യൻ മധുരയ്ക്കടുത്ത് നിവസിക്കുന്ന തൻ്റെ മാമനായ കള്ളഴകരെ ക്ഷണിക്കാനും അനുഗ്രഹം വാങ്ങാനുമായി തൻ്റെ ആയുധമായ ഗരുഡവില്ലും ധരിച്ച് ബമ്പനോടൊപ്പം 2 കൂട്ടുകാരുമായി പുറപ്പെട്ടു. അതേസമയം കിരാതകുലം വിലക്ക് കൽപ്പിച്ചിരുന്ന കാണികളും കുറവരും ജീവിച്ചിരുന്ന മലകളിൽ അവരെ ഒരു ആപത്ത് തേടി വന്നിരുന്നു. എവിടുന്ന് വന്നു എന്നറിയാത്ത ഒരു നാഗരിനം അവരെ ആക്രമിച്ചു. മാന്ത്രികവും മായാജാല വിദ്യകളും മൂർഖമായ സ്വഭാവവും കൊണ്ട നാഗർ ആ പാവപ്പെട്ട ജനങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. കാണികളെയും കുറവരെയും കൊന്നും വിരട്ടിയും മൊത്തമായി ഒഴിപ്പിച്ച് ആ മലകൾ മുഴുവനും കൈക്കലാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. തങ്ങളുടെ പ്രാണരക്ഷയ്ക്കായി ഒളിച്ചോടുന്ന സമയം ആ പാവങ്ങൾ അഭയത്തിനായി അയ്യനെ ഓർത്തു. അതിന് മുതിർന്ന ചിലർ കിരാതവീരനോട് കാര്യമുണർത്തിക്കാമെന്ന് ആലോചിച്ചു. എന്നാൽ അവർക്ക് വിലക്ക് വിധിച്ചിരുന്ന കിരാതനെ എങ്ങനെ സമീപിക്കുമെന്ന് ഓർത്ത് പരിഭ്രമിച്ചു. എന്നാൽ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ കിരാതവീരൻ അവരായിട്ട് നേരിട്ട് വന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് തുണയ്ക്കാം, അല്ലെങ്കിൽ നമ്മളായി ഇതിൽ പോയി തലയിടണ്ട എന്ന് വിചാരിച്ചു. തൻ്റെ ഇഷ്ടർ തന്നെ അഭയം പ്രാപിച്ച് മനസ്സിൽ ഓർമ്മിച്ചത് അയ്യൻ അറിഞ്ഞിരുന്നു. തൻ്റെ തോഴരോട് മധുരയിലേക്ക് പോകാനുള്ള അനുവാദം കൊടുത്തിട്ട് ഒട്ടും താമസിയാതെ അയ്യൻ ഇഷ്ടപരിപാലനത്തിനും ദുഷ്ടനിഗ്രഹണത്തിനുമായി അവിടുന്ന് വായുവേഗത്തിൽ പാഞ്ഞു ഓടി. അതേസമയം കാണികളുടെ മലയിൽ നാഗർകുലം അട്ടഹസിച്ചിരുന്നു. അവരുടെ മാന്ത്രിക കെട്ടിൽ വച്ചിരുന്ന കൊടൂര വിഷം കൊണ്ട നാഗങ്ങളെ ആ പ്രദേശം മുഴുവനും പ്രയോഗിച്ചു. ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടായി. എവിടെ നോക്കിയാലും നാഗങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളും വയസ്സായവരും സ്ത്രീകളും പേടിച്ച് 4 ദിക്കിലേക്കും വരണ്ടോടി. കുറെ പേർ വിഷം തീണ്ടി മരിച്ചു. ഇനി ഒരു രക്ഷയുമില്ല എന്ന് അധപ്പതിച്ചു നിന്ന ക്ഷണം അവരുടെ രക്ഷകൻ, അതെ അയ്യൻ, അവരുടെ ആശ്രയത്തിനായി അഭയവരദ ഹസ്തനായി വില്ലാളി വീരനായി ആപത് ബാന്ധവനായി പ്രത്യക്ഷപ്പെട്ടു. ആക്രോശത്തോടെ നാഗരെ എതിർത്തു. നാഗർ ശക്തമായി എതിർനിന്നുവെങ്കിലും അവരുടെ മാന്ത്രികവും മായാജാലവും നാഗാസ്ത്രങ്ങളും സവ്യസാചിയായ വാജിവാഹനന്റെ മുന്നിൽ അടിയറ പറയേണ്ടി വന്നു. അയ്യന്റെ കയ്യിലെ ഗരുഡവില്ല് ഓരോ പ്രാവശ്യവും ഞാണൊലി മുഴക്കുമ്പോൾ വിഷനാഗങ്ങൾ ഓടി ഒളിക്കുകയായിരുന്നു. ജന്മനാൽ മഹാസിദ്ധനായ ഈ അവതാര പുരുഷന്റെ മുന്നിൽ തങ്ങളുടെ ശൗര്യവും മാന്ത്രികവും എല്ലാം വെറും ശൂന്യമായി പോകുന്നത് കണ്ട് നാഗർ തങ്ങളുടെ തോൽവി മനസ്സിലാക്കി. അവരുടെ സർപ്പങ്ങൾ തന്നെ അവർക്കെതിരായി ചീറി വരുന്നത് കണ്ട് അവർ പേടിച്ച് അയ്യന്റെ പാദങ്ങളിൽ ശരണാഗതി പ്രാപിച്ചു. അവരുടെ ക്രൂര പ്രവൃത്തികളും അവരുടെ പാപവും അയ്യൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. തങ്ങൾക്ക് നിരന്തരമായി താമസിക്കാൻ ഒരു പാർപ്പിടമില്ലാത്തത് കൊണ്ടും തങ്ങളെ കണ്ട് ഭയന്ന് ആരും തങ്ങളെ സ്വീകരിക്കാത്തത് കൊണ്ടുമാണ് ഇവിടെ ഇങ്ങനെയൊരു ക്രൂര നടപടിയിൽ ഇറങ്ങിയത് എന്ന കാര്യം പറഞ്ഞു. അതിന് അയ്യൻ നാഗരോട്, മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് ഈ ഭൂമി. എന്നാൽ അത് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ വഞ്ചിക്കുകയോ ഇല്ലാതെ വേണം. ഇവർ എൻ്റെ ജനങ്ങളാണ്. അവർക്ക് നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് മാപ്പ് ചോദിക്കണം. അവർ അനുവദിച്ചാൽ അവർക്ക് ശല്യമാകാത്ത രീതിയിൽ നിങ്ങൾക്കും ഇവിടെ ജീവിച്ചു പോകാം. ഇവർക്കും എന്നെ ആശ്രയിക്കുന്നവർക്കും ഞാൻ എന്നും കാവലായിട്ടുണ്ടാകും. സൂര്യചന്ദ്രന്മാർ സാക്ഷിയാക്കി ഞാൻ തരുന്ന വാക്കാണിത്. നാഗർ കാണികളോടും കുറവരോടും മാപ്പ് ചോദിച്ചു. അവരുടെ അനുവാദത്തോടെ നാഗർകുലവും അവിടെ ജീവിക്കാൻ തുടങ്ങി. ഒപ്പം അവരുടെ നാഗങ്ങളും, അതായത് അരകങ്ങളും. അവരുടെ നാട്ടിന് അരകനാട് എന്ന് പേരുമായി. കുറവരും കാണികളും അയ്യനെ തങ്ങളുടെ കാവൽ ദൈവമായി കണ്ട് അവരെ കൊണ്ടാവുന്ന കാണിക്കകൾ സമർപ്പിച്ച് തൊഴുതു നിന്നു. അവിടുന്ന് വിട പറഞ്ഞിറങ്ങുന്ന സമയം അയ്യൻ മനസ്സിലൊരു കാര്യം കണ്ടിരുന്നു. അത് ഉള്ളിലൊതുക്കി പുഞ്ചിരിയോടെ തൻ്റെ മാതാപിതാക്കളെ കാണാൻ പോയി. ഇതിനിടയിൽ അരകനാടിൻ്റെ വിശേഷങ്ങൾ വീരനും സംഘവും അറിഞ്ഞിരുന്നു. അവരും ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അയ്യൻ തൻ്റെ വനപ്രദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തിയ ഉടൻ അവിടുത്തെ കാവലാളികൾ അയ്യനെ അങ്ങേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല എന്ന് നിറകണ്ണുകളോടെ അറിയിച്ചു. ഇത് പ്രതീക്ഷിച്ചിരുന്ന അയ്യൻ തൻ്റെ വരവിനെ പിതാവിനോട് അറിയിക്കണം എന്നാവശ്യപ്പെട്ടു. ഉടൻ തന്നെ കിരാത വീരഭദ്രന്റെ ഉത്തരവും കൊണ്ട് കുടിമൂത്തോരും പരിവാരങ്ങളും അവിടെ എത്തി. വീരഭദ്രന്റെ ഉത്തരവ് അയ്യനെ അറിയിച്ചു. കുലധർമ്മത്തെ ലംഘിച്ചതുകൊണ്ടും കിരാതവീരനും ആ കുടിമക്കൾക്കും കൊടുത്ത സത്യവാക്കിനെ പാലിക്കാത്തതുകൊണ്ടും അവരുടെ കുലനീതി പ്രകാരം അയ്യനെ ജാതിഭ്രഷ്ടം ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് അവരുടെ കുലമുദ്രയും തിരിച്ചുവാങ്ങി.
പിതാവിന്റെ ഉറച്ച തീരുമാനത്തെ മാറ്റാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞിരുന്നാലും അയ്യൻ ആ മൂത്തോരോട് എനിക്ക് പട്ടവും പദവിയും ഭരണവും ഒന്നും വേണ്ട, അച്ഛൻ്റെയും അമ്മയുടെയും മകനായി നിങ്ങളിൽ ഒരുത്തനായി ഒരു സാധാരണക്കാരനായി ഇവിടെ കഴിയാൻ അനുവദിക്കൂ എന്നാവശ്യപ്പെട്ടു. അതിന് അവർ ഇല്ല കുഞ്ഞെ, ഇനി ഒരിക്കലും നിനക്ക് നമ്മളിൽ ഒരുത്തനായി മാറാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഇലപ്പൊതിയെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ മടങ്ങി. തനിക്ക് അച്ഛനും അമ്മയും നാടും നാട്ടുകാരും എല്ലാം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ആരുമില്ലാതെ അനാഥനായി നിന്നു ആ അനാഥരക്ഷകൻ. എങ്കിലും വേദന സഹിച്ച് ഉത്കണ്ഠയോടെ ആ ഇലപ്പൊതി താഴെ അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഇടിമുഴക്കം പോലെ ആ വനം നടുങ്ങെ തൻ്റെ ശംഖുനാഥം മുഴക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അച്ഛൻ എന്ന ബന്ധം ആര് വെട്ടിമുറിച്ചാലും മാറുകയില്ല. ഞാൻ വീണ്ടും വീണ്ടും വരും. എന്നെങ്കിലും ഒരു നാൾ എന്നെ പുത്രനായി ചേർത്ത് പിടിക്കും വരെ എൻ്റെ ശ്രമം തുടരും എന്ന് പറഞ്ഞ് അവിടുത്തെ കയത്തിൽ ചാടി മുങ്ങി എണീറ്റ് അക്കരയ്ക്ക് നടന്നു മറഞ്ഞു. എന്നാൽ അയ്യനെ തങ്ങളുടെ നാഥനായി ശിരസിലേറ്റി കാണികളും കുറവരും നാഗരും. അങ്ങനെ അയ്യൻ അരകനാട്ടിൽ കുടികൊണ്ടു. കാലങ്ങൾ കടന്നു. ലോകവും മനുഷ്യജീവിതവും ഒരുപാട് മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. എന്നാൽ അയ്യനും അയ്യൻ്റെ വാക്കും മാത്രം ഇന്നും മാറാതെ തുടരുന്നു. തന്നെ ആശ്രയിച്ചവർക്ക് കാവലായി അരകനാട്ടിൽ ഇന്നും ശ്രീ വാഴുന്നു. അച്ഛൻ്റെ സ്നേഹത്തിനായുള്ള അയ്യൻ്റെ ശ്രമവും ഇപ്പോഴും തുടരുന്നു. കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് ഗ്രാമത്തിനടുത്തുള്ള അരകനാട്ടിലെ അയ്യൻ കുടികൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ മീനമാസത്തെ മകയിരം മുതൽ ഉത്രനാൾ വരെയുള്ള 8 ദിവസത്തെ മഹോത്സവം കഴിഞ്ഞ് 9ാമത് നാളായ അത്തം നാളിൽ അച്ഛനെ കാണാൻ തൃപ്പരപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അയ്യൻ എഴുന്നള്ളാറുണ്ട്. അച്ഛനും ഒട്ടും വിട്ടുവീഴ്ചയില്ല. കാലം എത്ര കഴിഞ്ഞാലും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അയ്യൻ വരുമ്പോൾ തൻ്റെ ക്ഷേത്ര കവാടം അടച്ചു മൂടും. അച്ഛനെ കാണാൻ അകത്തേക്ക് പ്രവേശിക്കാൻ അപേക്ഷയുമായി വരുന്ന അയ്യൻ്റെ ദൂതിനെ അവഗണിക്കും. പകരം മകൻ്റെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയായ അരി, ശർക്കര, പഴം എന്നിവ കൊടുത്ത് തൻ്റെ പ്രതിനിധികളെ അയ്യൻ്റെ അടുത്തേക്ക് വിടും. അയ്യൻ അത് സ്വീകരിക്കാതെ അച്ഛൻ്റെ വാതിൽക്കൽ വന്ന് അകത്ത് കയറാൻ ശ്രമിക്കും. എന്നാലും നട തുറക്കില്ല. എന്നിട്ട് അയ്യൻ്റെ പ്രതിനിധികൾ ആവേശത്തോടുകൂടി ആ കയത്തിലോട്ട് ചാടി അബോധാവസ്ഥയിലാകും. അവരെ കരയിലേറ്റി കരിക്കിൻ വെള്ളവും കൊടുത്ത് ആശ്വാസപ്പെടുത്തും. എന്നിട്ട് അവർ അയ്യൻ്റെ ഭക്തർക്ക് അനുഗ്രഹവും നൽകും. അയ്യൻ വിഷമത്തോടെ തൻ്റെ ജനങ്ങളായ കാണികളോടും കുറവരോടും അരകനാട്ടിൽ തൻ്റെ ക്ഷേത്രത്തിലേക്ക് മടങ്ങും. ഈ സംഭവം ഇപ്പോഴും എല്ലാ വർഷവും ചടങ്ങായി ആവർത്തിക്കുന്നുണ്ട്. അയ്യൻ്റെ അനുഗ്രഹം തേടി നിങ്ങൾക്കും വരാം അരകനാട്ടിലേക്ക്. ആശ്രിത വത്സലനായ അയ്യൻ്റെ അനുഗ്രഹവും അഭയവും നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകും. സ്വാമി ശരണം. മഞ്ഞളിനു വില പറയുമറിയാം.